الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അത്തരം മുത്തഖികളുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് പവിത്രമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച ദുൽഖഅദ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി സൗഭാഗ്യം ലഭിച്ച ആളുകൾ അതിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവർക്ക് യാത്രയയപ്പ് കൊടുക്കുന്ന ചടങ്ങുകളും അവരെ സന്ദർശിച്ച് യാത്ര അയക്കുന്ന പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമാണ് നമ്മൾ ഓരോരുത്തരും. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക, അവർക്കാവശ്യമായ സേവനങ്ങൾ, ഖിദ്മത്തുകൾ നിർവഹിക്കുക, അവരെ സന്തോഷത്തോടുകൂടി യാത്ര അയക്കുക, ഹജ്ജിന്റെ സന്ദർഭത്തിൽ വിശുദ്ധ ഭൂമിയിൽ വെച്ച്
നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവരോട് വസിയത്ത് ചെയ്യുക. നല്ല ആഫിയത്തോടുകൂടി ഈമാനോടുകൂടി ഹജ്ജ് ചെയ്യുവാനതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതൊക്കെ നമുക്കറിയാവുന്ന പോലെ വളരെ പുണ്യകരമായ കാര്യങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനുള്ള അനുവാദവും ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുദൂതർ എനിക്ക് അനുവാദം നൽകി, ഒപ്പം ലാ തൻസാനായ അഖീ മിൻ ദുആഇക്, പ്രിയപ്പെട്ട സഹോദര, നിന്റെ ദുആകളിൽ ഞങ്ങളെ നീ മറക്കരുത് എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജിന് പോകുന്നവരും ഉംറ നിർവഹിക്കാൻ പോകുന്നവരുമൊക്കെ അൽ ഹാജ് വൽ മുഅ്തമിറു വഫ്ദുള്ള, അള്ളാഹുവിൻ്റെ അതിഥികളാണ് അവരൊക്കെയും. അങ്ങനെയുള്ള അതിഥികളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളിക്കളയുകയില്ല. ദഅാഹും ഫഅജാബൂഹു, ഞാൻ അവരെ വിളിച്ചു, ഫഅജാബൂഹു, അപ്പോൾ അവരെനിക്ക് ഉത്തരം നൽകി. വസഅലൂഹു ഫഅതാഹും, അതുകൊണ്ട് അവരെന്നോട് ചോദിക്കുന്നു, ഞാൻ തീർച്ചയായും അവർക്ക് നൽകുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ആളുകളും ഹജ്ജ് പോലുള്ള വലിയ ഒരു കർമ്മത്തിന്റെ ഭാഗഭാക്കാക്കണം എന്നാണ് നമ്മെ അത് പഠിപ്പിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ലോകത്താകമാനമുള്ള മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കുന്ന വലിയ ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് മാനസികമായി നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ടും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടും അതിൽ നമ്മൾ പങ്കാളികളാവണം എന്നുള്ളതാണ്. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 5 നമ്മൾ പ്രധാനമായി എണ്ണുമ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ശിആറുകൾ, അടയാളങ്ങൾ, ചിഹ്നങ്ങളായി, എംബ്ലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ് ഹജ്ജ്. ദാലിക വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അള്ളാഹുവിന്റെ ശിആറുകളെ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ, മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ തഖ്വയിൽ നിന്നുള്ളതാണ്, തഖ്വയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഹജ്ജ് കർമ്മത്തിന്റെയും അതേപോലെ അവിടെ ഹജ്ജ് നിർവഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിലും പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയത്ത് അല്ലെങ്കിൽ ബലികർമ്മം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൃഗങ്ങളെ ബലിയറുക്കുക അല്ലെങ്കിൽ ഉളുഹിയത്ത് നിർവഹിക്കുക എന്നുള്ളത്. അതിനെയും വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹി ലക്കും ഫിഹാ ഖൈർ, അങ്ങനെ ബലികർമ്മം നിർവഹിക്കുക, ബലിയറുക്കുക എന്നതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഒരു ശിആറായിട്ടാണ്, ഒരു അടയാളമായിട്ടാണ്, അല്ലെങ്കിൽ അടയാളങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. വൽബുദ്ന, അപ്പോൾ ബലിമൃഗങ്ങൾ, ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹ്, അതിനെ നാം നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ അടയാളങ്ങളെ പെട്ടതാക്കിയിരിക്കുന്നു. ലക്കും ഫിഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബലികർമ്മം എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ, അല്ലെങ്കിൽ എല്ലാ അംബിയാ മുർസലീങ്ങളും ആ സമൂഹത്തെ, അവരുടെ സമൂഹത്തെ, അവരിൽ വിശ്വസിച്ച സമൂഹത്തെ, ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു ബലി എന്നുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ അതിന്റെ അളവിലും സമയത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ ബലി എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരുടെയും അംബിയാ മുർസലീങ്ങളുടെയും ശരീഅത്തിൽ നിലനിന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ ഉമ്മത്തിനും നാം ബലി നിശ്ചയിക്കുകയുണ്ടായി. ലിയദ്കുറുസ്മല്ലാഹി, അതിന്റെ ലക്ഷ്യമായി പറയുന്നത് അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിന് വേണ്ടി എന്നാണ്.
അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളുടെ രൂപത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, റിസ്ക്, അതിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനു വേണ്ടി എല്ലാ കാലത്തുമുള്ള സമൂഹങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബലി അവരുടെ ദീനിന്റെ മതപരമായ ഒരു ആരാധനയായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജീവിതം പുലരുന്നത് ആ റിസ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന്റെ നന്ദി സൂചകമായി അവനോട് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ബലിയറുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉലൂഹിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഉലൂഹിയ്യത്ത് പൂർണ്ണമായും അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കേണ്ടതാണ്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. തുടക്കത്തിൽ ഞാൻ അതാണ് ഓതി വെച്ചത്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റൊരാളുടെ പേരിലും ബലിയെറുക്കാൻ പാടുള്ളതല്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഈ വിഭവങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്, ആ വിഭവത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ ഉടമസ്ഥാവകാശം നൽകുക, നമ്മുടെ എല്ലാ വിഭവങ്ങളുടെയും ഉടമസ്ഥൻ അവനാണ് എന്ന് അംഗീകരിക്കുക, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈമാനും ഇസ്ലാമും എന്ന് പറയുന്നത് ആത്മാവിന്റെ ബലിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന്റെ, എൻ്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുന്നതിനാണ് നമ്മൾ ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ നമസ്കാരവും നോമ്പും എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെയും കഴിവിന്റെയും ബലിയാണ്. ഇതൊന്നും എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. പല വിധേനയുള്ള സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ സമ്പത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം നൽകുക എന്നുള്ളതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമ്പത്തിന്റെ ബലിയാണ്, അള്ളാഹുവിന് കൊടുക്കുന്നതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, ത്യാഗ പരിശ്രമങ്ങൾ എടുത്ത് പരിശോധിച്ചാലോ, നമ്മുടെ സമയത്തിന്റെയും നമ്മുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള കഴിവിന്റെയും അള്ളാഹുവിന്റെ വിഹിതം, ആ ബലി നൽകുന്നതാണ് ജിഹാദ് എന്നുള്ളത്. ഇനി നേർക്കുനേരെ യുദ്ധമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവനെ തന്നെ ബലി കൊടുക്കുകയാണ് യുദ്ധത്തിലൂടെ നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടോ, ആ അനുഗ്രഹങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെതാകുന്നു. അതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള മൃഗങ്ങൾ എന്ന് പറയുന്ന അനുഗ്രഹം, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കാലമായി മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ആ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളെയാണ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുള്ളത്? ലോകം എത്ര പുരോഗമിച്ചു, ഒന്നിനെയും സാധിച്ചിട്ടില്ല. പാല് അന്നും ഇന്നും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, അതിനൊരു പകരക്കാരനില്ല. മാംസം മനുഷ്യ സമൂഹത്തിന്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് എല്ലാ കാലത്തും. അതേപോലെ തന്നെ തോലിന്റെയും രോമത്തിന്റെയും എല്ലിന്റെയും ഒക്കെ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പഴയ കാലത്തൊക്കെ നമ്മൾ സാർത്ഥവാഹക സംഘങ്ങൾ എന്നൊക്കെ പറയല്ലോ, വലിയ വലിയ കച്ചവട സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം അങ്ങനെ പുരോഗമിച്ച് വരുന്നത് മൃഗങ്ങളുടെ ബലത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. അതിന്റെ ബലത്തിൽ കൂടിയാണ് മനുഷ്യൻ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും എന്റേതല്ല, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാകുന്നു. അതിന് നന്ദി സൂചകമായി നിങ്ങൾ അള്ളാഹുവിന് അതിൽ ചിലതിനെ ബലിയെറുക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അതാണ് ബലികർമ്മത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഉദ്ഹിയ്യത്തിന്റെ അല്ലെങ്കിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സമയം എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകമായ ഒരു കൂട്ടർ ഉയർന്നു വരുന്നതായി കാണാൻ സാധിക്കും. വല്ലാത്ത മൃഗസ്നേഹികൾ. ബലികർമ്മത്തിനെതിരെയുള്ള വ്യാജമായ അല്ലെങ്കിൽ വളരെ വലിയ സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇസ്ലാം വിരുദ്ധരായ ആളുകൾ, അതേപോലെ തന്നെ നിരീശ്വരവാദികളായ ആളുകൾ, നാസ്തികരായ നവനാസ്തികരായ ആളുകൾ, ഇവരൊക്കെയും അയ്യോ മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന വലിയ പാവമാണല്ലോ,
വലിയ ക്രൂരതയാണല്ലോ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മൃഗങ്ങളുടെ ചോര ചിന്തുക എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വലിയ ക്രൂരതയാണ് എന്ന സ്വഭാവത്തിൽ ഇത് എന്തൊരു അപരിഷ്കൃതമായ മതമാണ്, ഇവർ ഏത് കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ പോലെയുള്ള പ്രചാരണങ്ങൾ നമുക്ക് സജീവമായി കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാമിലെ ബലികർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചോര ചിന്തലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ അത് ആസ്വദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ അത് എത്രമാത്രം നിങ്ങൾ തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. ഇതിനെ എതിർക്കുന്ന ആളുകളോ വിമർശകരുടെ കാര്യമോ അക്ഷരാർത്ഥത്തിൽ തന്നെ അവരൊരു ഇരട്ടത്താപ്പാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബലി സന്ദർഭത്തിൽ മാത്രമാണോ മൃഗങ്ങൾ അറുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങൾ മാത്രമാണോ ഇങ്ങനെ അറുക്കപ്പെടുന്നത്? എത്ര ടൺ കണക്കിന് കപ്പൽ കണക്കിന് മത്സ്യങ്ങളാണ് ഒരു ദിവസം ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് കടലിൽ നിന്ന് പിടിക്കപ്പെടുന്നത്? അവ എങ്ങനെയാണ് അവർക്ക് ജീവൻ വെടിയുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ശ്വസിച്ചു കൊണ്ടിരിക്കെ അവിടെ നിന്നും വലയുപയോഗിച്ചും ചൂണ്ടൽ ഉപയോഗിച്ചും മറ്റു യന്ത്രങ്ങൾ ഉപയോഗിച്ചും പിടിച്ചതിന് ശേഷം കരക്കിട്ടവർ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കും നമുക്ക് കാണാൻ സാധിക്കും. വെപ്രാളപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമൊക്കെ എത്രയെത്ര കോഴിക്കടകളുണ്ട്. അവിടൊക്കെ എത്രയായിരം കോഴികളെയാണ് കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മത്സ്യങ്ങളെ പിടിക്കുമ്പോൾ, അവയെ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ കൊല്ലുമ്പോൾ, അതല്ലെങ്കിൽ കോഴിയെ പോലുള്ള പക്ഷികളെ പിടിക്കുമ്പോൾ എന്നല്ല വർഷം മുഴുവനും സാർവത്രികമായി പശുക്കളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി കൊല്ലുമ്പോൾ അപ്പോഴൊന്നുമില്ലാത്ത ഒരു കാര്യം, ഒരു വല്ലാത്ത മൃഗസ്നേഹം ഈ ബലിപെരുന്നാളിന്റെ സന്ദർഭത്തിൽ മാത്രം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും ഇവർ ഈ മൃഗസ്നേഹം പറഞ്ഞിട്ട് വാവിട്ട് കരയാറില്ല. അവിടെയൊന്നും മൃഗങ്ങളോടുള്ള ക്രൂരതയാണ് എന്ന് അവർ പറയാറുമില്ല. അതവർക്കൊരു പ്രശ്നവുമല്ല. അപ്പോൾ വർഷം മുഴുവൻ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇതെങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇസ്ലാം വെറുപ്പ്, ഇസ്ലാം ഫോബിയ എന്നൊക്കെ പറയുന്നത്. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഭാഗത്ത് നിന്നാകുമ്പോൾ അത് വലിയ പ്രശ്നമായി ഉയർന്നു വരിക എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് മനുഷ്യൻ ബലി നൽകുന്നത്? അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബലികർമ്മം നിശ്ചയിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി, നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ കന്നുകാലികളും ഉൾപ്പെടുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ അവനോട് നന്ദി കാണിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഞാൻ ഓതി വെക്കുകയുണ്ടായി. എല്ലാ ഉമ്മത്തിലും, ഇത് മുസ്ലിം സമുദായം ഇപ്പോഴായിട്ട് തുടങ്ങിയതല്ല, അനാദി കാലം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് എന്നാണോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് അന്ന് മുതൽ ബലികർമ്മം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. യദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും, നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ള റിസ്കിൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടി, മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്ന്, നിങ്ങൾക്ക് ഉപജീവനമായി നൽകിയിട്ടുള്ള നിങ്ങളെ ജീവിതം പുലരുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലികൾക്കുള്ള ഒരു ഉപകാരമാണ്, അല്ലെങ്കിൽ ഒരു ഒരു നന്ദിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയെ ബലിയർപ്പിക്കാൻ കൽപ്പിച്ചത് എന്നുള്ളത്. കദാലിക സഖർനാ ലക്കും ലഅല്ലക്കും തശ്കുറൂൻ, അവയൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മനുഷ്യന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ആകാര വലിപ്പത്തിൽ ഉള്ള എത്രയെത്ര മൃഗങ്ങളുണ്ട്. പക്ഷിയൊക്കെ അവയെ ഇണക്കുവാനും അവയെ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. എന്തിന്? നിങ്ങൾക്ക് ജീവിതം പുലരുന്നതിന് വേണ്ടി. ലഅല്ലക്കും തശ്കുറൂൻ, അതിന് നിങ്ങൾ നന്ദി കാണിക്കണല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് അറേബ്യൻ സമൂഹത്തിൽ ജാഹിലിയ കാലത്ത് പല സ്വഭാവത്തിലുള്ള ബലിയും നിലനിന്നിട്ടുണ്ടായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറയുന്ന വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒട്ടകങ്ങളെയും ആടുകളെയും ബലിയെറുക്കുമായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ വിഗ്രഹങ്ങളുടെ തോളിൽ കൊണ്ടുപോയിട്ട് ആ ഇറച്ചി ഒന്നായിട്ട് തൂക്കിയിടും. അതിന്റെ ചോരയെടുത്തിട്ട്, രക്തമെടുത്തിട്ട് കഅബയുടെ ചുമരുകളിൽ അവര് പുരട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ പ്രസാദിപ്പിക്കാനുള്ള വഴി അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മാംസം വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഉപേക്ഷിക്കുക, രക്തം കഅബയിൽ ഒന്നായിട്ട് ചുമരിൽ പിടിച്ചു തേക്കുക എന്നൊക്കെ പറയുന്നത്.
എന്നിട്ട് ഇതൊക്കെയും ആ ദൈവങ്ങൾ സ്വീകരിക്കും, അങ്ങനെ ഞങ്ങളുടെ മേൽ അവരുടെ പ്രസാദമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, അവർ ഞങ്ങൾ ഇഷ്ടപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ആ ഒരു കാഴ്ചപ്പാടിനെ പൂർണ്ണമായും തിരുത്തി കുറിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ, ദൈവത്തെ ആരും നിങ്ങളായിട്ട് ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ആരും ഊട്ടേണ്ടതായിട്ടില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ നൽകിയിട്ടുള്ള വിഭവങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് വേണ്ടത്. കുറെ ചൊര പുരട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ കുറെ മാംസമെടുത്ത് അവിടെയും ഇവിടെയും തൂക്കി എന്നതൊന്നുമല്ല കാര്യം. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലു തഖ്വാ മിൻകും. നിങ്ങളുടെ രക്തമോ അല്ലെങ്കിൽ നിങ്ങളുടെ മാംസമോ അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് എത്തുന്നില്ല. അതൊന്നുമല്ല അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. വലാകിൻ യനാലു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയെയാണ്, സൂക്ഷ്മതയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അതെന്തുകൊണ്ടാണ് അപ്രകാരം? കദാലിക സഖറഹാ ലക്കും, നിങ്ങൾക്ക് അവൻ അവയൊക്കെയും കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ തക്ബീർ ചൊല്ലുന്നതിന് വേണ്ടി. അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയത് കൊണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയ കാരണത്താൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തണം. ആ വാഴ്ത്തുന്നതിന്റെ ഭാഗമാണ് ബലി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ തഖ്വയുടെ ഭാഗമാണ്. അതല്ലാതെ കുറെ മാംസം വിതരണം ചെയ്യുക അല്ലെങ്കിൽ കുറെ ചോര പടർത്തുക എന്നുള്ളതല്ല ബലി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബലിയെ ഇസ്ലാം സമ്പൂർണ്ണമായി പരിവർത്തിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രസ്ഥാനം, ഏറ്റവും പ്രാമുഖ്യമുള്ളത് മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുകളിൽ നമ്മൾ മറ്റെന്തിനെ സ്ഥാപിച്ചാലും അത് മനുഷ്യ സമൂഹത്തിനും വ്യക്തികൾക്കും നാഗരികതക്കും ഒക്കെ അപകടം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മനുഷ്യനേക്കാൾ വലിയ ആളുകളെ പല രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാട്ടിലും കാണാൻ സാധിക്കും. മൃഗങ്ങളെ ദൈവമായി കാണുന്ന സമൂഹം, അങ്ങനെയുള്ള സംസ്കാരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ മൃഗങ്ങളെ നൽകിയിരിക്കുന്ന മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ആ മൃഗങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ള മൃഗങ്ങളെ ദൈവമായി കാണുക, എന്നിട്ട് ദൈവത്തോടുള്ള നിലപാട് അതിനോട് സ്വീകരിക്കുക. ഇപ്പൊ ഗോവധ നിരോധം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും. സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത്. മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്ന് പറയുന്നതോടുകൂടി വലിയൊരു വിഭാഗം സമൂഹത്തിന്റെ ആയിരക്കണക്കായ അല്ലെങ്കിൽ കോടിക്കണക്കായ ആളുകളുടെ ഉപജീവന മാർഗം തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രായമായ പശുക്കളും മറ്റു മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കാളകളും ഒക്കെ ഉണ്ടാവും. അവയെ സാധാരണക്കാരായ ആളുകൾക്ക് പിന്നീട് പോറ്റാൻ സാധിക്കുകയില്ല, എന്നാലോ അറുക്കാനോ കൊല്ലാനോ പാടില്ല. അപ്പൊ സ്വാഭാവികമായും അവർ തെരുവിലേക്ക് തള്ളും. അങ്ങനെയുള്ള ഫോട്ടോകൾ നമ്മൾ കണ്ടതാണ്. കൂട്ടം കൂട്ടമായി പശുക്കളും കാളകളും ഒക്കെ വന്നിട്ട് വലിയ ദേശീയപാതയിൽ ഇരിക്കുന്നത്, ഒരു സമരം കണക്കെ. അതേപോലെ തന്നെ അവ എവിടെയെങ്കിലുമൊക്കെ ചത്ത് വീഴുന്നു, എന്നിട്ട് അത് വൃത്തിയാക്കാൻ ആളില്ലാതെ ആകെ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വൈര്യ ജീവിതം അപകടപ്പെടുത്തുന്ന സ്വഭാവത്തിലായിരിക്കും നമ്മുടെ സാമൂഹികമായ ജീവിതത്തെ, നമ്മുടെ കാർഷിക ജീവിതത്തെ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ ഒക്കെ അത് ബാധിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിർത്തി, അതിനപ്പുറത്തേക്ക് അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ, മറ്റൊരു വസ്തുവിനെ കയറ്റി നിർത്തിയാൽ ഇത് എല്ലാ സമൂഹത്തിലും സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉലൂഹിയത്ത്, ബലികർമ്മം എന്ന് പറയുന്നത് കേവലം ഒരു മാംസ വിതരണ പരിപാടിയല്ല, അല്ലെങ്കിൽ കുറെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് അതൊരു ഇബാദത്താണ്, മഹത്തായ ഒരു ഇബാദത്താണ്. അത് അറുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാർഗത്ത്, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ, വിസ്മി ചൊല്ലി മാത്രമേ അതിന് അറുക്കാൻ പാടുള്ളൂ, മറ്റൊരു പേരിലും അത് പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവ്, തൗഹീദ്, അതിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലികർമ്മത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിലോ ഇത്രമേൽ കാരുണ്യം മൃഗങ്ങളോട് കാണിച്ച ഒരു മതത്തെയും നമുക്ക് കാണുക, ഒരു ദർശനത്തെയും നമുക്ക് കാണുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അനുയായികളോട് പറഞ്ഞല്ലോ, വെറുതെ മരങ്ങൾ വെട്ടരുത്, മൃഗങ്ങളെ കൊല്ലരുത്, അതേപോലെ തന്നെ പ്രായമായവരെയും കുട്ടികളെയും ആക്രമിക്കരുത്. ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശമാണ്. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം സ്വഭാവത്തിലാണ് മൃഗങ്ങളെ അറുക്കുന്നത് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന സമൂഹം നമ്മുടെ നാട്ടിലില്ലേ?
അതേപോലെ തന്നെ ഷോക്കടിപ്പിച്ചു കൊല്ലുന്ന സമൂഹമില്ലേ, ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന രീതികൾ നമ്മുടെ നാട്ടിലില്ലേ? ഇതൊക്കെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ യാതനയും വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം ഇസ്ലാം പറഞ്ഞത് എന്താണ്? അറുക്കണം നിങ്ങൾ, പക്ഷെ അറുക്കുന്ന സമയത്ത് പരമാവധി വേദന കുറച്ചുകൊണ്ടാണ് നിങ്ങൾ അറുക്കേണ്ടത്. അതെന്താ കാരണം? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല മൂർച്ചയുള്ള കത്തി നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഒരു മൃഗത്തെ അറുക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിലിട്ടിട്ട് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല. അത് കാണുന്ന സ്വഭാവത്തിൽ ഒരു മൃഗത്തിന്റെ മാനസിക വേദനയെ ഇസ്ലാം പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൃഗത്തിന്റെ മുന്നിൽ നിന്നിട്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല. ഇതൊക്കെ അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മളും പാലിക്കേണ്ട മര്യാദകളാണ്. മൃഗങ്ങളുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികമായ വേദനകളെ പോലും പരിഗണിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് അറുക്കണം. കത്തി വെക്കുന്നതോടുകൂടി താഴേക്ക് അങ്ങോട്ട് പോകുന്നതോടുകൂടി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലക്കണം. ആ നേരം പറ്റിയിരിക്കണം. പിന്നെ അബോധാവസ്ഥയിലാണ് മൃഗം. പിന്നെ നമ്മൾ ഈ കാണുന്ന പെടച്ചിലൊന്നും വേദന സഹിച്ചിട്ടുള്ള പെടച്ചിലല്ല, അത് അബോധാവസ്ഥയിൽ പെടയുന്നതാണ്. അങ്ങനെ അറുക്കുന്ന സന്ദർഭത്തിൽ പോലും ഇങ്ങനെയൊക്കെ ഇസ്ലാം പറയാൻ കാരണം അത്രമേൽ കാരുണ്യം മൃഗങ്ങളോട് കാണിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇത് വിശദീകരിക്കാനുള്ള കാരണം നമ്മൾ ഉദൂഹിയ്യത്തിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ വിലയെക്കുറിച്ചുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ബലിയെറുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, മാ അമില ആദമിയും മിൻ അമലിൻ യൗമിൻ നഹർ ഉഹിബ്ബു ഇലല്ലാഹി മിൻ ഇഖ്റാഖി ദമി ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വളിലാഫിഹാ. ബലിപെരുന്നാൾ ദിവസത്തിൽ മനുഷ്യൻ ആദമിന്റെ പുത്രനായി ഇത്രയും വലിയ പുണ്യമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. ഏതിനോളം? ബലിയെറുക്കുന്നതിനോളം. എന്നിട്ടൊരു മൃഗത്തിന്റെ കൊമ്പും അതുപോലെ തന്നെ കൊളമ്പും അതിന്റെ രോമങ്ങളും നാളെ പരലോകത്ത് അത് അറുക്കുന്നവരുടെ തുലാസിന്റെ കനം തൂക്കുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അറുക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിലേക്ക് മൃഗത്തിന്റെ രക്തം ഉറ്റുന്നതിന് മുമ്പേ അതിനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ അവിടെ കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് അള്ളാഹുവിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഫതീബു ബിഹാ നഫ്സൻ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ അതിനെ അറുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, യാ റസൂലുള്ളാഹി മാ ഹാദിഹിൽ അലാഹി, റസൂലേ എന്താണ് ഈ ഉളുഹിയ്യത്ത് അല്ലെങ്കിൽ അറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്തു അബീക്കും ഇബ്രാഹിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഇത് നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സുന്നത്താകുന്നു. ഖാലു ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുക? ബികുല്ലി ഷാറത്തിൻ ഹസന, അതിന്റെ ഓരോ രോമവും ഒരു നന്മയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സഹാബിമാര് ചോദിച്ചു, ഫസൗഫ്, ചെമ്മരിയാടാണെങ്കിലോ? ഇങ്ങനെ കണക്കല്ലാത്ത രോമങ്ങളുണ്ടല്ലോ, അത്രയും പുണ്യമോ എന്ന അർത്ഥത്തിൽ. ബികുല്ലി ഷാറത്തിൻ മിന സൗഫി ഹസന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെമ്മരിയാടിൻ്റെതാണ് എങ്കിലും എല്ലാ രോമത്തിനും പുണ്യമുണ്ടായിരിക്കുമെന്ന്. അപ്പൊ നമ്മൾ ഉളുഹിയ്യത്തിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ പരമാവധി പങ്കാളികളാവുക എന്നുള്ളത് നമ്മുടെ തഖ്വയുടെ ഭാഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. 10,000 രൂപ, 11,000 രൂപ, 9,500 ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമ്മുടെ നാട്ടിൽ ഓരോ ഓഹരിക്കായിട്ട് ഒറ്റയ്ക്ക് കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 7 ആൾ ചേർന്നിട്ട്. അതേപോലെ തന്നെ വിതരണത്തിൽ അത് നമ്മൾക്ക് ഉപയോഗിക്കണം, നമ്മുടെ ബന്ധുക്കൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴും അത്രയൊന്നും അല്ലാത്ത സ്വഭാവത്തിൽ പാവപ്പെട്ടവരിലേക്ക് ഇനിയും എത്താത്ത ഒരു നാടാണ് കേരളം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബലിമാംസം ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാൽ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ പരസ്യങ്ങളായി വന്നിട്ടുണ്ടായിരിക്കും. 4,000, 5,000, 7,000 എന്നൊക്കെ പറഞ്ഞിട്ട്. ഉളുഹിയ്യത്തിന് കിട്ടുന്ന ഇറച്ചി മാത്രമാണ് ഒരു വർഷത്തെ അവർക്ക് ലഭിക്കുന്ന ഇറച്ചി എന്ന് പറയുന്ന മുസ്ലിം സമൂഹങ്ങൾ ഇന്നും ഉത്തരേന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാർത്തിൽ ഒരുങ്ങുന്ന ഒരു സന്ദർഭത്തിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും എണ്ണൊക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും കമ്മിറ്റി. അതുകൊണ്ട് ഇതൊരു പുണ്യകർമ്മമാണ്. ഇതിൽ ഞാനും മറക്കേണ്ടത്. ഇതിൽ കുറച്ച് ആളുകൾക്ക് പറഞ്ഞ കാര്യം എന്നല്ല, കുറച്ച് 10,000 റുപ്യ അല്ലെങ്കിൽ 11,000 റുപ്യ എന്നൊക്കെ അത്ര വലിയൊരു കാശൊന്നുമല്ല. സാധിക്കുന്ന ആളുകൾ, സാധിക്കാത്തവർ വേണ്ട. ഇനി അതല്ല, അത്രയൊന്നും സാധിക്കുന്നില്ല എങ്കിൽ പക്ഷേ ചെറിയ സ്വഭാവത്തിൽ ചെറിയ കുറഞ്ഞ വിലക്ക് ഉത്തരേന്ത്യയിലൊക്കെ കിട്ടും. അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിട്ടായിരിക്കും. നമ്മൾ ഹജ്ജൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഇതിലൊക്കെ ഭാഗമായിക്കൊണ്ട് ഒരു ആത്മീയമായ
ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ ദുൽഹജ്ജ് ദുൽഖഅദ മാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.